നമസ്കാരം. ഇറാനിൽ ഭരണകൂടത്തിനുള്ളിലെ ആഭ്യന്തര ഭിന്നതകളും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും പുതിയ തലത്തിലേക്ക്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്റെ പദവി രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമനേയിക്ക് കത്തയച്ചതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാനിലെ പ്രധാനപ്പെട്ടതും നിർണായകവുമായ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയിൽ നിന്നും തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയതായും തീവ്രവാദ വിഭാഗങ്ങളുടെ പിന്തുണയോടെ രാജ്യത്തെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഭരണത്തിൽ അമിതമായി ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതായും പെസഷ്കിയാൻ കത്തിൽ ചൂണ്ടിക്കാണിച്ചതായി ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനും തന്റെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാനും സാധിക്കുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതായും സൂചനയുണ്ട്. എന്നാൽ ഈ കത്തിന്മേൽ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്നോ രാജി സ്വീകരിച്ചോ ഇല്ലയോ എന്നതിനെക്കുറിച്ചോ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. അതേസമയം പ്രസിഡന്റിന്റെ രാജി വാർത്തകളെ ഇറാൻ ഭരണകൂടം ശക്തമായി നിഷേധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ പൂർണ്ണമായും വ്യാജമാണെന്ന് പ്രസിഡൻഷ്യൽ ഓഫീസ് കമ്മ്യൂണിക്കേഷൻസ് ഡെപ്യൂട്ടി ഹെഡ് മെഹദി തബദബായി വ്യക്തമാക്കി. എന്നാൽ ഈ വിഷയത്തിൽ പ്രസിഡന്റ് പെസഷ്കിയാനോ മറ്റ് മുതിർന്ന നേതാക്കളോ നേരിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതിനിടെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രാജ്യത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ജനങ്ങളെ സേവിക്കുന്നതിലും പൂർണ്ണസജ്ജനായി സജീവമായി രംഗത്തുണ്ടെന്ന് ഗവൺമെന്റ് ഇൻഫർമേഷൻ കൗൺസിൽ ഡയറക്ടർ ഏലിയാസ് ഹസ്രത്തി അറിയിച്ചു. ഇറാനെ ലക്ഷ്യമിട്ട് വിദേശ മാധ്യമങ്ങളും അവരുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ശൃംഖലകളും ചേർന്നാണ് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങൾക്കിടയിൽ നിരാശയും ഭിന്നതയും വിള്ളലുകളും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാർത്തകൾ ചമച്ചിട്ടുള്ളതെന്നും രാജ്യത്തിന്റെ ഐക്യവും സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധവും തകർക്കാനുള്ള ഇത്തരം ശ്രമങ്ങൾ മുൻകാലങ്ങളിലെ പോലെ ഇത്തവണയും പരാജയപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ റുഹല്ല ഖമനേയിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെക്കുറിച്ചും ശത്രുക്കളുടെ നീക്കങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിരുന്നു. നേരിട്ടുള്ള പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാതെയാണ് അദ്ദേഹം ഈ സന്ദേശം കൈമാറിയത്. ഇറാന്റെ ശത്രുക്കൾ രാജ്യത്തെ ഭരണ സംവിധാനത്തെ തകർക്കുന്നതിനായി ആഭ്യന്തര ഭിന്നതകൾ വിതയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ബാഹ്യ ഭീഷണികളെ നേരിടാൻ രാജ്യം ഒന്നിച്ചു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഖമനേയി യുദ്ധക്കളത്തിൽ പരാജയപ്പെട്ട ശത്രുക്കൾ ഇപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പൊതുജന പ്രതിരോധ ശേഷിയെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഓർമ്മിപ്പിച്ചു. പൊതുജനങ്ങൾക്കിടയിൽ അശുഭ വിശ്വാസമോ നിരാശയോ ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും യഥാർത്ഥത്തിൽ ശത്രുവിനെ സഹായിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വം കഴിഞ്ഞ 80 വർഷമായി ഇസ്രായേൽ എന്ന പേരിൽ ഒരു സൈനിക താവളം നിർമ്മിച്ചിരിക്കുകയാണെന്നും ഗ്രേറ്റർ ഇസ്രായേൽ എന്ന വ്യാജ ഭൂമിശാസ്ത്രത്തിന്റെ കിഴക്കൻ അതിർത്തിയിൽ, അതായത് യൂഫ്രട്ടീസ് നദിക്ക് കിഴക്കായി ശക്തവും സ്വതന്ത്രമായി ഇറാൻ നിലനിൽക്കുന്നത് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഖമേനി പറഞ്ഞു. ഇറാന്റെ പുരോഗതി തടയാൻ ശത്രുക്കൾ എന്തും ചെയ്യും, എന്നാൽ സായുധ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ദുഷ്ടശത്രു പരാജയപ്പെട്ടു കഴിഞ്ഞു. സൈനിക പോരാട്ടത്തിലും പൊതുചതുരങ്ങളിലും തെരുവുകളിലും നിർണായകമായി തിരിച്ചെഴുന്നേറ്റതിനാൽ ശത്രു ഇപ്പോൾ കടുത്ത അപമാനമാണ് അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകളെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുന്നുണ്ട്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നിലവിലുള്ള നയതന്ത്ര ശ്രമങ്ങൾ വിജയകരമായ ഒരു കരാറിലേക്ക് നയിക്കുകയാണെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിൽ തനിക്ക് ബഹുമതി ഉണ്ടാകും, അഭിമാനമുണ്ടാകുമെന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാന്റെ ആണവ പരിപാടിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന തർക്കവിഷയമായി തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ഇറാൻ നേതാവിനെ ബഹുമാനത്തോടെ സമീപിക്കുമെന്നും ചില വൃത്തങ്ങളിൽ അദ്ദേഹത്തിന് നല്ല പ്രതിച്ഛായയുണ്ടെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു.